കുട്ടികളെ, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ പോയായിട്ടുള്ള മിറർ. അപ്പം നമുക്ക് വായിച്ചു തുടങ്ങിയാലോ? ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഹാവ് യു എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ ആൻഡ് വണ്ടേർഡ് ഹൂ യു ട്രൂലി ആർ ബിനീത്ത് ദ സർഫേസ്? നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് പുറമേ കാണുന്ന രൂപത്തിന് അകത്ത് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് എഴുത്തുകാരൻ ചോദിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദ റിഫ്ലക്ഷൻ സ്റ്റെയറിംഗ് ബാക്ക് അറ്റ് യു ഈസ് നോട്ട് ജസ്റ്റ് എ സൈലൻറ്റ് ഒബ്സർവർ? നമ്മളെ നോക്കി നിൽക്കുന്ന പ്രതിബിംബം വെറും മിണ്ടാതിരിക്കുന്ന ഒരു രൂപമല്ലാതെ ബട്ട് എ വിറ്റ്നസ് ടു യുവർ ഡീപ്പസ്റ്റ് സീക്രറ്റ്സ്, നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള രഹസ്യങ്ങളുടെയും വികാരങ്ങളുടെയും സാക്ഷിയായാൽ എന്ത് സംഭവിക്കുമെന്ന് എഴുത്തുകാരൻ ചിന്തിപ്പിക്കുന്നു. Here is a poem that explores how a mirror image shaped the person we see. കണ്ണാടിയിലെ പ്രതിബിംബം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിവരിക്കുന്ന ഒരു കവിതയാണിത്. ആൻഡ് ദ വൺ വി സ്ട്രഗിൾ ടു ആക്സെപ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന യഥാർത്ഥ സ്വഭാവത്തെയും ഈ കവിത അവതരിപ്പിക്കുന്നു. അപ്പം നമുക്ക് കവിതയിലേക്ക് കടന്നാലോ? ഈ കവിത എഴുതിയിട്ടുള്ളത് സിൽവിയ പ്ലാത്താണ്. ഈ കവിതയിൽ കണ്ണാടി തന്നെയാണ് സംസാരിക്കുന്നത്. സ്നേഹമോ വെറുപ്പോ ഇല്ലാതെ സത്യം മാത്രം കാണിക്കുന്ന കണ്ണാടി മനുഷ്യരുടെ ആത്മപരിശോധനയും വാർദ്ധക്യ ഭയവും വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇനി ഈ കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. ഞാൻ വെള്ളി നിറമുള്ളതും കൃത്യവുമായ ഒന്നാണ് എന്ന് കണ്ണാടി പറയുന്നു. ഐ ഹാവ് നോ പ്രീ കൺസെപ്ഷൻസ്. കണ്ണാടിക്ക് മുൻവിധികളൊന്നുമില്ല. ഏതൊരാളെ കണ്ടാലും അതുപോലെ തന്നെയാണ് കണ്ണാടി കാണിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള മുൻവിധികളോടും ഇല്ലാതെയാണ് കണ്ണാടി തൻ്റെ പ്രതിബിംബത്തെ പ്രദർശിപ്പിക്കുന്നത്. പ്രീ കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവിധികൾ. വാട്ട് എവർ ഐ സീ ഐ സ്വാലോ ഇമ്മീഡിയറ്റ്ലി. കാണുന്നതെല്ലാം അതേപടി ഉടനെ സ്വീകരിക്കുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. സ്നേഹമോ വെറുപ്പോ ഇല്ലാതെ യഥാർത്ഥ രൂപം മാത്രമാണ് കാണിക്കുന്നത്. ഐ ആം നോട്ട് ക്രൂവൽ ഓൺലി ട്രൂത്ത്ഫുൾ. ഞാൻ ക്രൂരമല്ല, സത്യം പറയുന്നവനാണ് എന്ന് കണ്ണാടി പറയുന്നു. ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് ഫോർ കോർണേഡ്. കണ്ണാടി എല്ലാം നിരീക്ഷിക്കുന്നു. ഒരു ചെറിയ ദൈവത്തിൻ്റെ കണ്ണുപോലെയാണ് കണ്ണാടി. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ മെഡിറ്റേറ്റ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ. മിക്ക സമയവും കണ്ണാടി എതിർവശത്തെ മതിലിനെയാണ് നോക്കുന്നത്. ഇറ്റ്സ് പിങ്ക് വിത്ത് സ്പെക്കിൾസ്. ആ മതിൽ പിങ്ക് നിറത്തിലും ചെറിയ പുള്ളികളോട് കൂടിയതുമാണ്. ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് സോ ലോങ്. അത് വളരെ കാലമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഹാർട്ട്. അതുകൊണ്ട് അതെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ് ഫ്ലിക്കേഴ്സ്. എന്നാൽ ഇടയ്ക്കിടെ ദൃശ്യം മാറുന്നു. ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് സെപ്പറേറ്റ് അസ് ഓവർ ആൻഡ് ഓവർ. മനുഷ്യരുടെ മുഖങ്ങളും ഇരുട്ടും കണ്ണാടിയെയും മതിലിനെയും ഇടയ്ക്കിടെ വേർതിരിക്കുന്നു. നൗ ഐ ആം എ ലേക്ക്. ഇപ്പോൾ കണ്ണാടി ഒരു തടാകമായി മാറുന്നു. എ വുമൺ ബെൻഡ്സ് ഓവർ മീ. ഒരു സ്ത്രീ തടാകത്തിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. സെർച്ചിങ് മൈ റീച്ചസ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്. അവൾ തൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ദെൻ ഷീ ടേൺസ് ടു ദോസ് ലെയേഴ്സ്, ദ കാൻഡിൽസ് ഓർ ദ മൂൺ. ശേഷം അവൾ മെഴുകുതിരിയുടെയും ചന്ദനത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് തിരിയുന്നു. അവ സത്യം മറച്ച് കൂടുതൽ സുന്ദരമായി കാണിക്കുന്നതിനാൽ അവയെ ലെയേഴ്സ് എന്ന് വിളിക്കുന്നു. ഐ സീ ഹെർ ബാക്ക് ആൻഡ് റിഫ്ലക്റ്റ് ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി. അവളുടെ പുറംഭാഗം പോലും കണ്ണാടി സത്യസന്ധമായി പ്രതിഫലിപ്പിക്കുന്നു. ഷീ റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് ആൻ എജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്. സത്യം കണ്ട സ്ത്രീ കരയുകയും വിഷമിക്കുകയും ചെയ്യുന്നു. ഐ ആം ഇമ്പോർട്ടൻറ്റ് ടു ഹെർ. കണ്ണാടി അവൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷീ കംസ് ആൻഡ് ഗോസ്. അവൾ ദിവസവും കണ്ണാടിയുടെ മുന്നിലേക്ക് വരികയും പോവുകയും ചെയ്യും. ഈച്ച് മോർണിംഗ് ഇറ്റ് ഈസ് ഹെർ ഫേസ് ദാറ്റ് റീപ്ലേസസ് ദ ഡാർക്ക്നെസ്. ഓരോ രാവിലെയും ഇരുട്ടിന് പകരം അവളുടെ മുഖമാണ് കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഐ ആം ഷീ ഹാസ് ഡ്രോൺ എ യങ് ഗേൾ. അവളുടെ യുവത്വം കണ്ണാടിക്കുള്ളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ആൻഡ് ഇൻ മീ ആൻ ഓൾഡ് വുമൺ. ഇപ്പോൾ അവൾക്ക് വയസ്സായ സ്ത്രീയുടെ രൂപമാണ് കാണുന്നത്. റൈസസ് ടുവാർഡ്സ് ഹെർ ഡേ ആഫ്റ്റർ ഡേ ലൈക്ക് എ ടെറിബിൾ ഫിഷ്. ഓരോ ദിവസവും വാർദ്ധക്യം ഒരു ഭീകരമായ മീനിനെ പോലെ ഉയർന്ന് വരുന്നതായി അവൾക്ക് തോന്നുന്നു. കവിതയുടെ ആദ്യ ഭാഗത്തിൽ കണ്ണാടി തൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട് എന്ന് പറയുമ്പോൾ കണ്ണാടി താൻ കൃത്യമായും സത്യസന്ധമായും എല്ലാം പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്.
അതിന് ഇഷ്ടമോ വെറുപ്പോ ഇല്ല, ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമോ വെറുപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ആരെയും മനോഹരമാക്കാനും മോശമാക്കാനും ശ്രമിക്കുന്നില്ല. കാണുന്നതെല്ലാം അതേപടി തിരിച്ചു കാണിക്കുന്നു. അതിനാൽ കണ്ണാടി സത്യത്തിൻ്റെ പ്രതീകമായി മാറുകയാണ്. കണ്ണാടി എതിർവശത്തെ മതിലിനെ വളരെ കാലമായി നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി പോലും തോന്നുന്നു. പക്ഷേ ആളുകൾ കടന്നു പോകുമ്പോഴും ഇരുട്ട് വരുമ്പോഴും ആ ദൃശ്യം മാറുന്നു. ഇതിലൂടെ മനുഷ്യരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സ്ഥിരമാണെന്ന ആശയം കവയിത്രി സൂചിപ്പിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ കണ്ണാടി ഒരു തടാകമായി മാറുന്നു. ഇവിടെ ഒരു സ്ത്രീ തടാകത്തിലേക്ക് കുനിഞ്ഞ് തൻ്റെ യഥാർത്ഥ സ്വഭാവം അന്വേഷിക്കുന്നു. അവൾക്ക് തൻ്റെ രൂപത്തിലും പ്രായത്തിലും വന്ന മാറ്റങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവൾ ചന്ദ്രൻ്റെയും വെളിച്ചത്തിലേക്ക് തിരിയുന്നു. കാരണം അവ സത്യം മറച്ചുവെച്ച് കൂടുതൽ മനോഹരമായി കാണിക്കുന്നു. എന്നാൽ കണ്ണാടി യാഥാർത്ഥ്യം മാത്രമേ കാണിക്കുകയുള്ളൂ. സ്ത്രീ ഓരോ ദിവസവും കണ്ണാടിയുടെ മുന്നിലേക്ക് വരുന്നു. അവൾ തൻ്റെ യുവത്വം നഷ്ടപ്പെടുന്നതും വാർദ്ധക്യം അടുക്കി വരുന്നതും കാണുന്നു. ഇൻ മീ ഷീ ഹാസ് ഡ്രോൺ എ യങ് ഗേൾ എന്ന വരിയിലൂടെ അവളുടെ യുവത്വം അവസാനിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു. ആൻ ഓൾഡ് വുമൺ റൈസസ് ടുവാർഡ്സ് ഹെർ ഡേ ആഫ്റ്റർ ഡേ ലൈക്ക് എ ടെറിബിൾ ഫിഷ് എന്ന വരിയിൽ വാർദ്ധക്യത്തെ ഒരു ഭീകരമായ മീനായി കവയിത്രി ചിത്രീകരിക്കുന്നു. ഇത് സ്ത്രീയുടെ വാർദ്ധക്യ ഭയത്തെയും മാനസിക വിഷമത്തെയും പ്രകടിപ്പിക്കുന്നു. ഈ കവിതയുടെ പ്രധാന ആശയങ്ങൾ ട്രൂത്ത്, സെൽഫ് ഐഡൻറ്റിറ്റി, ബ്യൂട്ടി, ഏജിങ് ആൻഡ് പാസേജ് ഓഫ് ടൈം എന്നിവയാണ്. മനുഷ്യർ പലപ്പോഴും സത്യം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുന്നു. എന്നാൽ കണ്ണാടി പോലെ സത്യം എല്ലായ്പ്പോഴും വ്യക്തമായിരിക്കും എന്ന സന്ദേശമാണ് കവി നൽകുന്നത്. പോയറ്റിക് ഡിവൈസസ് നോക്കുകയാണെങ്കിൽ കവിതയിൽ പേഴ്സോണിഫിക്കേഷൻ വളരെ പ്രധാനമാണ്. കാരണം കണ്ണാടിക്ക് മനുഷ്യൻ്റെ സ്വഭാവം നൽകിയിരിക്കുന്നു. മിറർ ട്രൂത്തിൻ്റെ പ്രതീകമായും ലേക്ക് ഡീപ്പ് സെൽഫ് എക്സാമിനേഷൻ്റെ പ്രതീകമായും ഉപയോഗിച്ചിരിക്കുന്നു. ടെറിബിൾ ഫിഷ് എന്ന ഇമാജിനറി വാർദ്ധക്യത്തിൻ്റെ ഭയം ശക്തമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കവി. അവസാനമായി പറയുകയാണെങ്കിൽ മിറർ എന്ന കവിത ഒരു സാധാരണ കണ്ണാടിയെക്കുറിച്ചുള്ള കവിതയല്ല. മനുഷ്യരുടെ ഉള്ളിലെ സത്യത്തെയും സമയത്തിൻ്റെ മാറ്റങ്ങളെയും വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഭയത്തെയും വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. ഒരു സൈക്കോളജിക്കൽ പോയമാണിത്. സിൽവിയ പ്ലാത്ത് വളരെ ലളിതമായ ഭാഷയിൽ ശക്തമായ ആശയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു.